ഓക്കെ, നമ്മുടെ എക്സൽ ഗുരു ടെസ്റ്റ് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഒന്ന് പിന്നെ ഫ്രണ്ട് എൻഡ് ആണ്. ഓക്കെ, ഫ്രണ്ട് എൻഡ്. രണ്ടാമത്തത് സോറി നമുക്ക് ഒന്നാമത്തത് ബാക്ക് എൻഡ്, ബാക്ക് എൻഡ് സെർവർ സ്റ്റോറേജ് പറയും. രണ്ടാമത്തത് ഫ്രണ്ട് എൻഡ്. ഓക്കെ, ആപ്പ്. മൂന്നാമത്തത് ഹൗ ടു യൂസ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഒന്ന് ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വോയിസും ക്ലിയർ അല്ലേ? ഹലോ, എല്ലാം കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ ക്ലിയർ ആണ് ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി ഈ പിന്നെ കാര്യക്ഷമ എന്താ പറയാ കാര്യപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം ഞാനിത് 2-3 വട്ടം വിശദീകരിച്ച കാര്യമാണ്, അപ്പൊ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി വരാനുള്ള ഏത് കാലത്തേക്കും ഇത് ഉപയോഗിക്കാനുള്ള ആളുകൾക്കുള്ള വീഡിയോ ഇതായിരിക്കും. അതുകൊണ്ട് ആ രൂപത്തിൽ നിങ്ങൾ ഈ ഒരു പിന്നെ ഗൂഗിൾ മീറ്റിനെ കൈകാര്യം ചെയ്യണം, പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ബാക്ക് എൻഡ് ആണ്. അപ്പൊ ഞാൻ എല്ലാവരും പരിഗണിച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പറയണമെന്ന് ആരും ചോദിക്കരുത് പ്ലീസ്. ഓക്കെ, ഒന്നാമത്തെ ബാക്ക് എൻഡ് ആണ്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ സെർവർ എന്ന് പറയാൻ സ്റ്റോറേജ് എന്ന് പറയും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പിന്നെ ഇത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആവുന്ന സമയത്ത് കുട്ടികളുടെ പേര് അടിക്കുന്നു, ജഡ്ജസിന്റെ പേര്, കുട്ടികളുടെ സ്കോർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഈ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സ്റ്റോറായി കിടക്കുന്നതിനാണ് നമ്മൾ ബാക്ക് എൻഡ് എന്ന്, നമുക്ക് ഒരു കുറച്ചുകൂടെ ഒരു എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡ് എന്ന് പറയും. സ്റ്റോർ ചെയ്യുന്ന സ്ഥലം സെർവർ. അപ്പൊ അവിടെ പല ക്വാളിറ്റിയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അഡ്മിനെ ലോഗിൻ ചെയ്യുമ്പോൾ അഡ്മിന്റെ പാസ്വേഡ് അടിക്കുന്ന സമയത്ത് അഡ്മിൻ ലോഗിൻ ആവണം, കോഡ്മിൻ ലോഗിൻ ആവണം, പാസ്വേഡ് അടിക്കുമ്പോൾ കോഡ്മിൻ ലോഗിൻ ആവണം. ഇത്തരം ഈ കാര്യങ്ങളൊക്കെ സ്റ്റോറായി കിടക്കുന്നത്, അതിന്റെ ഡാറ്റകൾ സ്റ്റോറായി കിടക്കുന്നത് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറയും. ആ ബാക്ക് എൻഡ് നമുക്ക് സെറ്റപ്പ് ചെയ്യണം. അതുപോലെ ഫ്രണ്ട് എൻഡ് നമുക്ക് എന്ത് ചെയ്യണം? ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോഡ് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ജിറ്റ് ഹബിലോ അല്ലെങ്കിൽ പിന്നെ നെറ്റ്ലിഫൈലോ വേഴ്സലൊക്കെ ആയിട്ട് പുഷ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അത് പിന്നെ ഒരു സൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു വെബ് ആപ്പ് ആക്കി മാറ്റിയാൽ മതി. അത് വളരെ സിമ്പിൾ ആണ് ഈ ഫ്രണ്ട് എൻഡ് ആപ്പ് ചെയ്യാൻ. നമുക്ക് പിന്നെ കുറച്ച് നമുക്ക് ശ്രമകരമായിട്ടുള്ളത് ബാക്ക് എൻഡ് ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, ശ്രമകരം മീൻസ് കുറച്ച് ശ്രമകരമല്ല, ശ്രമിക്കണം. നമുക്ക് കുറച്ച് ചെയ്യാനുള്ള പിന്നെ ഫ്രണ്ട് എൻഡിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് പിന്നെ പണിയുള്ളത് ബാക്ക് എൻഡിലാണ്. മൂന്നാമത് ഹൗ ടു യൂസ്, ഇത് എങ്ങനെ കൈകാര്യം ചെയ്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ ഇന്നലെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് എൻഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് ഫയർ ബേസ് ആണ്. ഫയർ ബേസ് എന്നുള്ളത് ഒരു ഗൂഗിളിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ AI ഡെവലപ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്ന മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫയർ ബേസ്. ഫ്രണ്ട് എൻഡ് ആയിട്ട് നിങ്ങൾക്ക് ജിറ്റ് ഹബ് പേജസ് ഉപയോഗിക്കാം. ജിറ്റ് ഹബ് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ടൂളാണ് ജിറ്റ് ഹബ്. ജിറ്റ് ഹബ് പേജസ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേർസൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെറ്റ്ലിഫൈ ഉപയോഗിക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് വെർസൽ നെറ്റ്ലിഫൈയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മളത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അല്ലെ, നമുക്ക് പിടിച്ച് വലിച്ചിട്ടാൽ അത് സൈറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പൊ ഇത്ര കാര്യങ്ങളുള്ളൂ. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യമുണ്ട്, ഈ ഒരു ഫയർ ബേസിനെയും അതായത് ഈ ഫ്രണ്ട് എൻഡിനെയും ബാക്ക് എൻഡിനെയും എങ്ങനെ ലിങ്ക് ചെയ്യാം, എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഫ്രണ്ട് എൻഡ് വേറെ ബാക്ക് എൻഡ് വേറെ. അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമ്മൾ പിന്നെ ഫ്രണ്ട് ഈ ബാക്ക് എൻഡിന്റെ അകത്തുള്ള ഈ ഫയർ ബേസിന്റെ അകത്ത് കുറച്ച് കോഡ് എടുത്തിട്ട് നമ്മൾ കുറച്ച് കോഡ് എന്ത് ചെയ്യും, അത് നമ്മൾ പിന്നെ കോഡ് ഫ്രം ഫയർ ബേസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പേസ്റ്റ് ചെയ്യും. ഇവിടെ പേസ്റ്റ് ഓൺ കോഡ്സ് അല്ലെ, നമ്മൾ പിന്നെ അത് പിന്നെ ഈ ഒരു പുഷ് ചെയ്യുന്ന കോഡ്സിലെ കോൺഫിഗറേഷൻ ഫയൽ നമ്മൾ പേസ്റ്റ് ചെയ്യും. അപ്പൊ ഇത്രയാണ് നമ്മുടെ പിന്നെ സെറ്റപ്പ്. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഏതായാലും നമ്മൾ ഇത് എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ഫയർ ബേസിലേക്ക് പോകാം. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ അതിനുള്ളൊരു ഗൈഡാണ്. അതല്ലാതെ വീഡിയോ ഇല്ലാതെ നമുക്ക് തന്നെ ഈ ഒരു പിന്നെ ആപ്ലിക്കേഷനിലേക്ക് എത്താനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്സ് എടുക്കുക, എക്സൽ ഗുരു ഡോട്ട് കോ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് എക്സൽ ഗുരു .co.in സെർച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ സൈറ്റിലേക്ക് എത്തും.
നമ്മുടെ സൈറ്റിലേക്ക് എത്തി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആപ്സ് സെക്ഷൻ ഉണ്ട്. ആപ്സ് അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നല്ലൊരു ഒറ്റ ആപ്പേ ഉള്ളൂ. എന്താണ് എക്സൽ ഗുരു ഫസ്റ്റ് ആപ്പ് വേർഷൻ 1. അപ്പൊ ഇവിടെ ഒരു 5ഓളം ഫയലുകൾ കാണാൻ പറ്റും. ഒന്ന് കോഡ് സിപ്പ് ഫയലാണ്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പിന്നെ സെറ്റപ്പ് ഗൈഡ് ഇംഗ്ലീഷ് അല്ലെ, ഇംഗ്ലീഷ് സെറ്റപ്പ് ഗൈഡ് ഉണ്ട്. സെറ്റപ്പ് ഗൈഡ് മലയാളം അത് അത് ഇപ്പൊ അപ്ലോഡ് ചെയ്യും, നിലവിലില്ല. പിന്നെ ഹൗ ടു സെറ്റപ്പ് എന്നുള്ള വീഡിയോ, അതായത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോന്റെ ലിങ്ക് ഇവിടെ വരും. അതുപോലെ ഹൗ ടു യൂസ് എന്നുള്ള വീഡിയോ, ഇന്നലെ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇവിടെ ഉണ്ട്. ഒക്കെ ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് യൂട്യൂബിലേക്ക് നേരെ പോയിട്ട് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് ഈ സെറ്റപ്പ് ഗൈഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല, കാരണം എന്റെ കയ്യിൽ ആ ഫയൽ ആദ്യം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഈ രൂപത്തിൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഞാൻ അത് ഓപ്പൺ ആക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സെറ്റപ്പ് ഗൈഡ് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാർട്ട് 1 ആദ്യം പറഞ്ഞ മേക്ക് പ്രൊജക്റ്റ് ആണ്. പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു സെറ്റ് പ്രകാരം മുന്നോട്ട് പോകാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫയർ ബേസിൽ ഓപ്പൺ ആക്കിയിട്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഫയർ ബേസ് ഓപ്പൺ ആക്കുന്നു, ഫയർ ബേസ് എടുക്കുന്നു. ഫയർ ബേസ് ഇങ്ങനെ കാണാൻ സാധിക്കും. യെസ്, 20 ഫയർ ബേസ് വരാം. അപ്പൊ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഗോ ടു കൺസോൾ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഉണ്ടോ അല്ലെ ഓപ്ഷൻ ഗോ ടു കൺസോൾ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺസോളിലേക്ക് പോവാം. ഓക്കെ, ഫയർ ബേസ് കൺസോളിൽ നമ്മളെത്തി. ഇനി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒന്നുമില്ല അല്ലെ, ഇതുവരെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഒരു ഫയർ ബേസ് പ്രൊജക്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം. പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് നമ്മൾ പേര് കൊടുക്കാം. ഇപ്പൊ ഞാൻ പേര് കൊടുക്കാണ്. ഇപ്പൊ എന്താണ്, ഞാൻ ഇതിന് ഈ ഒരു പ്രൊജക്റ്റിന് പേര് കൊടുക്കുകയാണ്. നമ്മൾ പ്രൊജക്ട് എന്താണ്, ഒരു സ്കൂൾ ഫെസ്റ്റ് ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, സ്കൂൾ എക്സൽ സ്കൂൾ ഫെസ്റ്റ് ഞാൻ പേര് കൊടുക്കുന്നു. ഓക്കെ, 2026. ഇനി ഐ അക്സെപ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. ഈ ജെമിനി എന്നുള്ള ഗൂഗിൾ ഡെവലപ്പർ പ്രോഗ്രാമിന്റെ ആവശ്യമില്ല, അത് അൺടിക്ക് ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കാം. ജെമിനിയുടെ ആവശ്യമില്ല, അൺടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കാം. അതുപോലെ ഗൂഗിൾ അനലിറ്റിക്സിന്റെ ആവശ്യമില്ല, അൺടിക്ക് ചെയ്യുക, ക്രിയേറ്റ് പ്രൊജക്ട് കൊടുക്കുക. അപ്പൊ ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ഈ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ആകുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കി പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് 2-3 സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട് ഇതിൽ. അത് കഴിഞ്ഞാൽ ഈ ഒരു ഫയർ ബേസിന്റെ കാര്യങ്ങൾ അവസാനിക്കും. ഓക്കെ, ഈ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫയർ ബേസ് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ ഉപയോഗിച്ചവർക്ക് അപ്ഡേഷൻ ചെയ്യാൻ പറ്റുമോ? യെസ്. നിലവിൽ നമ്മുടെ ആപ്പ് ആദ്യം ഉപയോഗിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അതിന്റെ കോൺഫിഗറേഷൻ കോപ്പി ചെയ്യാം. ഞാൻ പറയണ്ട്. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് അതിനെ കുറിച്ച് പറയണ്ട്. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ. ഓക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇത് പറഞ്ഞു കേട്ടോ, ഈ ഭാഗം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഫസ്റ്റ് പാർട്ടിലെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 2 കാര്യങ്ങളോട് ആഡ് ചെയ്യാനുണ്ട്. 2 കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ ഫയർ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യണം. രണ്ടാമത്തത് നമുക്ക് ഒതന്റിക്കേഷൻ, നമ്മൾ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, ആദ്യം എന്ത് ചെയ്യാം, ടേൺ ഓൺ ഫയർ സ്റ്റോർ എന്ന് പറയും. അപ്പൊ നമ്മൾ ഫയർ സ്റ്റോർ ടേൺ ഓൺ ചെയ്യാൻ പോവാണ്. ഈ ഡാറ്റാബേസിനെ സ്റ്റോറേജ് എടുക്കുക. ഇതിലുണ്ടാവും ഫയർ സ്റ്റോർ, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫയർ സ്റ്റോർ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ സ്പാർക്ക് പ്ലാനിലുള്ളത്. സ്പാർക്ക് പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് ഒരു 0 കോസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ ആണ്, ഫ്രീ ആയിട്ടുള്ള പ്ലാൻ ആണ്. ഇത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു സാധാരണ ഒരു 10-200 കുട്ടികളൊക്കെ ഉള്ള ഒരു സ്കൂളിലൊക്കെ ഒരു ഫെസ്റ്റ് റൺ ചെയ്യാനൊക്കെ അത് ധാരാളമായിരിക്കും. നമ്മൾ അധികം റീഡ് ആൻഡ് റൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു ദിവസം വരുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് റീഡ് ആൻഡ് റൈറ്റ് വരുന്ന സമയത്ത് അത് ലിമിറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ പരമാവധി എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡ് ആൻഡ് റൈറ്റ് പരമാവധി കുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇത് ലിമിറ്റ് അടിച്ചാൽ നിങ്ങൾ നമ്മുടെ ഫെസ്റ്റിന്റെ ഇടയിൽ വെച്ചിട്ടൊക്കെ ഇത് ബുദ്ധിമുട്ടായാൽ ആകെ ബുദ്ധിമുട്ടാവും. നമ്മൾ അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്ഗ്രേഡ് ചെയ്യാൻ വലിയ പൈസ ആവില്ല. നമ്മൾ ഒരു പാസ് രൂപ എന്ന് പറഞ്ഞ പ്ലാനൊക്കെ എടുത്തിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. സാധാരണ സൂചിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ഡാറ്റാബേസ് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ഈ സ്റ്റെപ്പിലേക്ക് വരാം. നമ്മൾ ഡാറ്റാബേസിനെ സ്റ്റോറേജ് എടുക്കാം.
ഫയർ സ്റ്റോർ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ രൂപത്തിൽ ഇവിടെ ഫയർ സ്റ്റോർ ഇങ്ങനെ വരും. ഇതിൽ ക്രിയേറ്റ് ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൽ സ്റ്റാൻഡേർഡ് എന്റർപ്രൈസിന്റെ സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഒരു നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ സ്റ്റോറേജ് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് പിന്നെ യൂഷ്വൽ ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യ സൗത്ത് മുംബൈ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഈ ഒരു പിന്നെ ലൊക്കേഷൻ നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ സാധിക്കൂല എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് സ്റ്റാർട്ടിൽ പ്രൊഡക്ഷൻ മോഡ് ഡിഫോൾട്ട് ആയി ഉണ്ടാവുക, അതിൽ തന്നെ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഡാറ്റാബേസ് എക്സിസ്റ്റ് എന്ന് പറയാണ്. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഡാറ്റാബേസ്, നെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ഒരു ഏഷ്യ കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം, ക്രിയേറ്റ് കൊടുക്കാം. Let's check. This RSBase use another database ID. Okay. അപ്പൊ എന്താ പ്രശ്നം? മിനിറ്റ്. ഓക്കെ, ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ. ഓക്കെ, ഒരു വട്ടം ക്ലിക്ക് ചെയ്തപ്പോൾ ക്രിയേറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ എറർ കാണിച്ചത്. അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സെയിം പ്രോസസ് ആണ്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് ഒതന്റിക്കേഷൻ ചെയ്യണം അല്ലെ. ഇവിടെ PDF കാണാൻ പറ്റും. ഒതന്റിക്കേഷൻ ഓൺ ആക്കണം. ഓക്കെ, നമ്മൾ സെക്യൂരിറ്റിയിൽ വരുന്നു, ഒതന്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ഇവിടെ വന്നിട്ട് ഇതിൽ ഇമെയിൽ പാസ്വേഡ് ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തത് എനേബിൾ ചെയ്യാം, ഇത് മാത്രം. ഓക്കെ, സേവ് കൊടുക്കാം. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം ഒതന്റിക്കേഷൻ എന്നുള്ള ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിലൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മളതിൽ പ്രൊജക്ട് ഓവർവ്യൂ ക്ലിക്ക് ചെയ്യാം. ഇതിൽ പോയിട്ട് ഇവിടെ ആഡ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ പോയിട്ട് ഈ ഒരു വെബ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ആപ്പിന് പേര് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, എക്സൽ സ്കൂൾ ഫെസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഈ ഭാഗം ടിക്ക് ചെയ്യേണ്ടതില്ല, ടിക്ക് ചെയ്യാതെ ലീവ് ചെയ്യാം. രജിസ്റ്റർ ആപ്പ് കൊടുക്കുക. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വെബ് ആപ്ലിക്കേഷന്റെ കോൺഫിഗറേഷൻ ഫയൽ കിട്ടും. ശ്രദ്ധിക്കുക, ഇതാണ് ഈ ഭാഗം. അതായത് ഈ കോൺസ്റ്റ് ഫയർബേസ് കോൺഫിഗ് മുതൽ ഇതുവരെയുള്ള ഈ ഒരു 8ഓളം ലൈൻസ് നമ്മൾ കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സിപ്പ് ഫയൽ വരിക. സിപ്പ് ഫയൽ എന്ത് ചെയ്യാം, അൺസിപ്പ് ചെയ്യാം. അതായത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാം. ഞാൻ എക്സ്ട്രാക്ട് ഓൾ കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. നമ്മളുടെ ഈ ഒരു പിന്നെ ഫോൾഡർ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ആവുകയാണ്. ഇത് എക്സ്ട്രാക്ട് ആയതിനു ശേഷം ഇതിന്റെ അകത്ത് വന്നിട്ട് ഇതിലൊരു കോൺഫിഗറേഷൻ ഫയൽ കാണാൻ പറ്റും. ഈ ഫയൽ എടുത്തിട്ട് ഇത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് നോട്ട് പാഡോ നമ്മുടെ ഇത് എഡിറ്റ് ചെയ്യാൻ നമുക്ക് നോട്ട് പാഡ് ആവശ്യം. നമ്മുടെ കമ്പ്യൂട്ടറിലോ അതുപോലെ തന്നെ മൊബൈലിലൊക്കെ മറ്റ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയിരിക്കും. നോട്ട് പാഡ് ഉപയോഗിച്ചത് എഡിറ്റ് ചെയ്യാം. അതിൽ ശ്രദ്ധിക്കാം, നമുക്ക് ഈ ഒരു ഭാഗം കാണാൻ പറ്റും. എക്സ്പോർട്ട് കോൺസ്റ്റ് മുതൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ എക്സ്പോർട്ട് കോൺസ്റ്റ് എന്നുള്ളത്, അതേസമയം നമ്മുടെ ഫയർബേസിന്റെ അകത്തുള്ളത് കോൺസ്റ്റിന് മാത്രമേ ഉള്ളൂ, എക്സ്പോർട്ട് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഈ കോൺസ്റ്റ് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് എക്സ്പോർട്ട് നമ്മൾ ടച്ച് ചെയ്യാതെ ഈ കോൺസ്റ്റ് വരെയുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫയലിൽ പിന്നെ ഇതിന്റെ ID കാര്യങ്ങളൊക്കെ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് കൺട്രോൾ സേവ് അടിക്കാം. ഇത് സേവ് ആയിട്ട് ക്ലോസ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു പിന്നെ ഫോൾഡറിൽ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ഈ ഒരു ഫോൾഡർ നമ്മൾ സെറ്റ് ചെയ്തു. ഈ ഫോൾഡറിൽ ആകെ ചെയ്യാനുള്ള കാര്യം
നമ്മുടെ ഫ്രണ്ടിന് ആവശ്യമായിട്ടുള്ള ഫോൾഡറിൽ ആകെ ചെയ്യാനുള്ള കാര്യം ഇതായിരുന്നു. കോൺഫിഗ് ജെഎസ് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂ ടു കൺസോൾ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പെൻഡിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്തു ഇതിന്റെ അകത്ത്. ഒന്നെന്ന് പറഞ്ഞാല് നമ്മൾ ഫയർ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു, ഒതന്റിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ കോപ്പി ഓർ കോൺഫിഗ് ഇൻടു കോൺഫിഗ് ജെഎസിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള സെക്യൂരിറ്റി റൂൾസും ഇൻഡെക്സും ക്രിയേറ്റ് ചെയ്യണം. ഈ സെക്യൂരിറ്റി റൂൾസും ഇൻഡെക്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫയർ സ്റ്റോറിന്റെ അകത്താണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫയർ സ്റ്റോർ എടുക്കുന്നു. ഫയർ സ്റ്റോർ എടുത്തിട്ട് ഇവിടെയുള്ള ഈ റൂൾസ് എന്നുള്ള ടാബ് ഓപ്പൺ ആക്കുന്നു. ഓക്കെ, അപ്പൊ റൂൾസിന്റെ അകത്ത് ആദ്യം കുറച്ച് കോഡൊക്കെ എടുത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യാം, ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് വരാം. ഫോൾഡറിന്റെ അകത്ത് ഫയർ സ്റ്റോർ റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ കാണാൻ പറ്റും. ആ ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് പാഡിൽ ഓപ്പൺ ആക്കുക. ഓക്കെ, ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുക്കുക. ഞാൻ നോട്ട് പാഡിൽ ഓപ്പൺ ആക്കുന്നു. ഓക്കെ, അത് ഓപ്പൺ ആയി. ഞാൻ എന്ത് ചെയ്യുന്നത്, കോപ്പി ചെയ്യാണ്. Ctrl+A Ctrl+C കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫയർ ബേസിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. Ctrl+V. ഓക്കെ, ഏകദേശം 886 ലൈന് വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സേവ് ചെയ്യാം. ഓക്കെ, Ctrl+S അടിക്കാം, അതേപോലെ പബ്ലിഷ് കൊടുക്കാം. നമ്മൾ സെക്യൂരിറ്റി റൂൾസ് നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് എന്താണ്, ഇൻഡെക്സ് ആണ്. അപ്പൊ നമ്മൾ അഞ്ചാമത്തെ കാര്യം ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഏകദേശം 4ഓളം ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ശ്രദ്ധിക്കാം, ഈ 4ഓളം ഇൻഡെക്സിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ. അതായത് രജിസ്റ്റർ ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയെ പാർട്ടിസിപ്പന്റിനെ മാറ്റാനുള്ള അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ആവശ്യമാണെങ്കിൽ മാത്രം ഈ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവന്റ് മെറ്റീരിയൽസ്, നമ്മൾ പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇവന്റ് മെറ്റീരിയൽസ്. ആ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നതിന് മാത്രം ഈ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് 2 ഇൻഡെക്സ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും എല്ലാ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഉപയോഗിക്കാത്ത ആളുകൾ ഈ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, ഞാൻ എല്ലാ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻഡെക്സിലേക്ക് പോകുന്നു. ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ലോഡ് ആവട്ടെ. ക്രിയേറ്റ് ഇൻഡെക്സ് ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. സ്ട്രക്ചർഡ് ഇൻഡെക്സ്, നെക്സ്റ്റ് കൊടുക്കാം. ഇതിൽ ഒന്നാമത്തെ എന്താണ് നമുക്ക് വേണ്ടത്, ഇവിടെ ഉണ്ട്, എന്താണ്, രജിസ്ട്രേഷൻസ്. ഇത് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ തെറ്റാതെ ടൈപ്പ് ചെയ്യാം. ഞാൻ കോപ്പി ചെയ്യുന്നു. ഓക്കെ, രജിസ്ട്രേഷൻസ്. അവിടെ എന്താ നമുക്ക് ഐ ഡി വേണ്ടത്, ഇവന്റ് ഐ ഡി, ഹൗസ് ഐ ഡി. ഓക്കെ, ഇവന്റ് ഐ ഡി, ഇവന്റ് ഐ ഡി, ഐ ക്യാപിറ്റൽ ആണ്, ഐ ഡി. ഓക്കെ, ഹൗസ് ഐ ഡി. ഓക്കെ, ഹൗസ് ഐ ഡി ക്രിയേറ്റ് കൊടുക്കുക. ഹൗസ് ഐ ഡി, ഹൗസ് ഐ ഡി സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. ക്രിയേറ്റ് കൊടുക്കുന്നു. ഒന്ന് ക്രിയേറ്റ് ആയി. ഞങ്ങൾക്ക് 4 ക്രിയേറ്റ് ചെയ്യാണ്ട് ഇതുപോലെ. ഇനി 3 ആഡ് ഇൻഡെക്സ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ വന്നിട്ട് സ്കോർസ് എന്താണ്, ഇവന്റ് ഐ ഡി ജഡ്ജ് യു ഐ ഡി, ഇവന്റ് ഐ ഡി ജഡ്ജ് യു ഐ ഡി. ഓക്കെ, ജഡ്ജ് യു ഐ ഡി. ഓക്കെ, ജഡ്ജ് യു ഐ ഡി ക്രിയേറ്റ് കൊടുക്കാം. രണ്ടെണ്ണമായി. അടുത്ത ഇൻഡെക്സ് ആഡ് ഇൻഡെക്സ്. നെക്സ്റ്റ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻസ് വേണം. എന്താണ് ആദ്യത്തെ, ഇവന്റ് ഐ ഡി, ഇവന്റ് ഐ ഡി, സോറി, ഹൗസ് ഐ ഡി ആണ്, ക്ഷമിക്കണം. ഹൗസ് ഐ ഡി, രജിസ്ട്രേഷൻ ഐ ഡി, രജിസ്ട്രേഷൻ ഐ ഡി, രജിസ്ട്രേഷൻ ഐ ഡി. അടുത്ത ആഡ് ഫീൽഡ് കൊടുക്കാം. ഇവിടെ താഴെ ആഡ് ഫീൽഡ് കൊടുത്തിട്ട് നമുക്ക് ആഡ് ഫീൽഡ് വേണമെങ്കിൽ ക്ലിക്ക് ഇത് ക്രോസ് ചെയ്യാം. ഞാൻ ആഡ് ഫീൽഡ് കൊടുക്കുന്നു. ദെൻ സ്റ്റാറ്റസ്. ഓക്കെ, സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂഷനിൽ 3 ഉണ്ട്, ബാക്കി 2 ഉള്ളൂ. ഞാൻ ക്രിയേറ്റ് കൊടുക്കുന്നു. പിന്നെ അവസാനത്തെ ഒരു ഇൻഡെക്സ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എന്താണ്, ഇവന്റ് മെറ്റീരിയൽസ്. ഓക്കെ,
ഇവന്റ് മെറ്റീരിയൽസ് ഫീൽഡ് ഐ ഡി എന്താണ്? ഹൗസ് ഐ ഡി, രജിസ്ട്രേഷൻ ഐ ഡി. ഹൗസ് ഐ ഡി, രജിസ്ട്രേഷൻ ഐ ഡി. ഓക്കെ, നമ്മൾ അത് ആഡ് ചെയ്തു, ക്രിയേറ്റ് കൊടുക്കും. അപ്പൊ നമ്മൾ 4 ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഫയർ ബേസിനകത്ത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. നോക്കാം. അപ്പൊ ഈ പാർട്ട് 2 ആണ്, പുട്ട് ദ ആപ്പ് ഓൺലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഓൺലൈൻ, അതായത് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് എൻഡ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നെറ്റ്ലിഫൈ എന്ന ഓപ്ഷൻ ഉണ്ട്, വേഴ്സൽ ഓപ്ഷൻ ഉണ്ട്. നെറ്റ്ലിഫൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നെറ്റ്ലിഫൈ ഡ്രോപ്പ് എന്നുള്ള ഒരു സൈറ്റിലേക്ക് പോകും. നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ഫോൾഡർ ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ നെറ്റ്ലിഫൈ ഉപയോഗിക്കുന്നില്ല. നെറ്റ്ലിഫൈ ഉപയോഗിക്കാം, ഏത് ഉപയോഗിക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വേഴ്സൽ ഉപയോഗിക്കുന്നു. നെറ്റ്ലിഫൈ ഉപയോഗിക്കാം, വേഴ്സൽ ഉപയോഗിക്കാം. നമുക്ക് ഇതിൽ സൈൻ ചെയ്യേണ്ട ആവശ്യം, നേരെ ഡ്രോപ്പ് ചെയ്താൽ മതി. പക്ഷേ ബെറ്റർ നമ്മൾ സൈൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. സൈൻ ചെയ്തിട്ടും നമുക്ക് നെറ്റ്ലിഫൈയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ വേഴ്സൽ എടുക്കുന്നു, നെറ്റ്ലിഫൈൻ്റെ ഇത്. വേഴ്സലൊക്കെ സെയിം ആണ്. നെറ്റ്ലിഫൈയിൽ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫോൾഡർ എന്ത് ചെയ്യും, ഫോൾഡർ എടുക്കുക, ഇവിടെ നേരെ പിടിച്ചിട്ട് ഇവിടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഞാൻ വേഴ്സലിലേക്ക് വന്നുള്ളൂ. സെയിം ഇതേപോലെ ആഡ് ചെയ്യാണ്. വേഴ്സലിലേക്ക് വന്നിട്ട് ആഡ് ചെയ്യാം. ഇത് അപ്ലോഡ് ആവുകയാണ്. ഇവിടെ പേര് ചോദിക്കുന്നുണ്ട്, എക്സൽ ഗുരു ഫെസ്റ്റ് ആപ്പ് V1. അപ്പൊ ഇവിടെ പ്രൊജക്ട് നെയിമാണ് ചോദിക്കുന്നത്. ഈ ഒരു നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോൾഡറിന്റെ പേര് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് വേണ്ട പേര് കൊടുക്കാം. ഈ ഒരു പേരായി ലിങ്ക് ആയിട്ട് വരിക. ഓക്കെ, ഈ ഒരു പേരാണ് ലിങ്ക് ആയിട്ട് വരിക. ഞാൻ എന്ത് ചെയ്യുന്നു, എക്സൽ സ്കൂൾ ഫസ്റ്റ്, സോറി ലോവർ കേസ് പറ്റൂല, അതെ. ഓക്കെ, സോറി, ലോവർ കേസ് മാത്രമേ പറ്റുള്ളൂ, അപ്പർ കേസ് പറ്റൂല. എക്സൽ സ്കൂൾ ഫസ്റ്റ് എത്ര മതി. ഡിപ്ലോയ് കൊടുക്കാം. നമുക്ക് എന്താണ് പേര് കൊടുക്കുന്നത് അത് കൊടുക്കാം. ഡിപ്ലോയ് കൊടുക്കാം. നമ്മുടെ ലിങ്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തു, അതിലേക്ക് പേസ്റ്റ് ചെയ്തു. ഓക്കെ, വെബ്സൈറ്റിൽ വന്ന് അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഓക്കെ, ലൈവ് ആയിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂ ഡാഷ്ബോർഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നമ്മൾ ലിങ്ക് എക്സൽ സ്കൂൾ ഫെസ്റ്റ് വേഴ്സൽ ആപ്പ്. ഇതാണ് നമ്മളുടെ ലിങ്ക്. ഓക്കെ, അവസാനം വേഴ്സൽ ആപ്പ് എന്നുള്ളൊരു കാണുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വേഴ്സൽ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ഡൊമൈൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ മദ്രസൊക്കെ ഡൊമൈൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വെബ്സൈറ്റിനകത്തുണ്ട്. ഒക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ ആപ്പ് ലൈവായി. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ ഒരു ആപ്പ്, ഈ ഒരു ലിങ്ക് ഫസ്റ്റ് അഡ്മിനാണ് ഉപയോഗിക്കേണ്ടത്, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഫസ്റ്റ് സെറ്റപ്പ് യുവർ ഫസ്റ്റ് എന്നുള്ള ഫസ്റ്റ് സെറ്റപ്പ്, ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം ഫസ്റ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാണ്. എക്സൽ സ്കൂൾ ഫസ്റ്റ്, സ്കൂളിന്റെ പേര് എക്സൽ ഗുരു. ഓക്കെ, അഡ്മിൻ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട പാസ്വേഡ്. ഞാൻ ഇവിടെ 1 2 3 പാസ്വേഡ് ആഡ് ചെയ്യാണ്. 1 2 3 കൺഫേം കൊടുക്കുക. 1 2 3. ഇനി വേർ ദ ഫെസ്റ്റ് ഹാപ്പൻസ്, നമ്മളുടെ ഒരു ടൈം സോൺ ചോദിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം നമ്മൾ ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ടൈമാണ് വരിക. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിട്ട് കൽക്കട്ട, നമ്മുടെ ഇന്ത്യൻ ടൈം ഏഷ്യ കൽക്കട്ടയാണ്, അത് കൊടുക്കുന്നു. ഇനി ഡിലീറ്റ് എവറിത്തിങ് പാസ്വേഡ് ഒരു പാസ്വേഡ്, 2 പാസ്വേഡ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അഡ്മിൻ. ഒന്ന് ഡിലീറ്റ് എവറിത്തിങ് എന്നുള്ള കുറച്ചുകൂടെ സെക്യൂർ ഉള്ള ഒരു പാസ്വേഡാണ്. ഞാൻ ആ പാസ്വേഡ് ആഡ് ചെയ്യാണ്. 3 2 1 3 2 1. ഞാൻ ക്രിയേറ്റ് ഫസ്റ്റ് കൊടുക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ക്രിയേറ്റ് ആവുകയാണ്, ശ്രദ്ധിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്രിയേറ്റ് ആവുന്നു. ഓക്കെ, ഫസ്റ്റ് ക്രിയേറ്റഡ്, യു ആർ സൈൻഡ് ആസ് അഡ്മിൻ. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു ഡാഷ്ബോർഡ് അപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഏകദേശം ഒരു 10-15 മിനിറ്റ് മാക്സിമം സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊരു വെബ് ആപ്പായിട്ട്, ഇത് വെബ്സൈറ്റിലുള്ള ആപ്പാണ്.
ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മുകളിൽ കാണാൻ പറ്റും, ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. മൊബൈൽ ആണെങ്കിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഓർഡർ ഓപ്ഷൻ കാണാൻ പറ്റും, ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എക്സൽ ഒരു ഫസ്റ്റ് ആപ്പ് എന്നുള്ള ഇത് വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ കൊടുക്കും. ആപ്പായിട്ട് മാറിയിട്ടുണ്ട്. നോ താങ്ക്. ഓക്കെ, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നാൽ ഇവിടെ കാണാൻ പറ്റും എക്സൽ ഒരു ഫസ്റ്റ് ആപ്പ്. ഓക്കെ, നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെങ്ങനെ ഹൗ ടു യൂസ് എന്നുള്ള പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ മറ്റു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി പിന്നെ അതിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓപ്പൺ മൈ പാനൽ ക്ലിക്ക് ചെയ്യുന്നു. അത് അഡ്മിന്റെ പാനലാണ്. ഓക്കെ, ഇതില് നമ്മൾ പിന്നെ ഇന്നലെ സംസാരിച്ചതില് ഈ ഒരു പീപ്പിളിൽ നമ്മൾ സ്റ്റേജ് മാനേജേഴ്സിനെ ആഡ് ചെയ്താൽ അവർക്ക് പരിപാടി ആഡ് ചെയ്യാനുള്ള അവരുടെ സ്റ്റേജ് അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നത്, ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഷെഡ്യൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് പാസ്വേഡ് ആഡ് ചെയ്യാണ്. അത് നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരുപാട് പിന്നെ പണിപ്പെട്ട് നമ്മുടെ ഫ്രീ സമയത്തൊക്കെ ചെയ്തുണ്ടാക്കിയത് വർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഉപയോഗിക്കുന്ന ആളുകൾ, ഇതിപ്പോ ലൈവായിട്ട് കേൾക്കുന്ന ആളുകൾ, ഇത് പിന്നീട് കേൾക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും സജഷൻസോ ബഗ്സോ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതല്ല, നിർബന്ധമായിട്ട് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് ഇതിന് അടുത്ത വേർഷൻ 2 കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഇനി പറയാനുള്ളത്, നിലവിൽ ഇതുവരെ ഇപ്പോ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ മുമ്പ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഫയർ ബേസിനകത്ത് പോയിട്ട് നമ്മൾ ഫയർ ബേസ് എടുക്കാം. ഫയർ ബേസിനകത്ത് പോയിട്ട് റൂൾസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പിന്നെ ഈ ഒരു റൂൾസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, റൂൾസ് നമ്മൾ ഈ ഒരു പിന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഈ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതിന് റൂൾസ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇതിൽ പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ കോൺഫിഗറേഷൻ എടുക്കാം. ഇതിന്റെ കോൺഫിഗറേഷൻ എവിടെ ഉണ്ടാവുക, നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ കോപ്പി ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോവുക, ജനറലിൽ പോവുക. അവിടെ കാണാൻ പറ്റും, ആ കോൺഫിഗറേഷൻ കാണാൻ പറ്റും. ഈ കോൺഫിഗറേഷൻ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത പുതിയ കോഡിന്റെ അകത്ത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ലൈവ് ആക്കിയാൽ നിങ്ങൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ഈ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ ആശങ്കകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, കിട്ടുന്നില്ലാന്നോ? ഒരു മിനിറ്റ്, ട്രൈ ഡൗൺലോഡ് സിപ്പ് ആവുക, ഡൗൺലോഡ് ആവുന്നുണ്ടല്ലോ. സോറി, ആപ്സ് ആണ് വരുന്നത് അല്ലേ? യെസ്, യു ആർ റൈറ്റ്. ഞാൻ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫിക്സ് ചെയ്യട്ടോ. ഞാൻ ഉടനെ ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഫിക്സ് ആയിക്കോളും. യെസ്. ഓക്കെ, ഇനി എനിത്തിങ് അതല്ലാതെ എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താവട്ടെ, നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഒക്കെ അത് പങ്കുവെക്കണം എന്നുള്ളത് ഒരു എന്താണ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും സംസാരിക്കാൻ പറയാം. ഓക്കെ, കോഡ് 1 2 3 തന്നെയല്ലേ? പാസ്വേഡ് 1 2 3 പാസ്വേഡ് ഞാൻ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ ആപ്പാണ്. അതുപോലെ നിങ്ങളെ ആപ്പ് ഉണ്ടാക്കണം, നിങ്ങളെ ആപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ആഡ് ചെയ്യാം. ഓക്കെ, ഇതുവരെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയിപ്പോ അത് ആവശ്യമില്ലല്ലോ. ഇനി നിങ്ങളെ ആപ്പ്. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള, ഞാൻ എല്ലായിടത്തും 1 2 3 പാസ്വേഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ആ പ്രാക്ടീസ് ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്താൽ ബാക്കിയുള്ളവർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഫീച്ചർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ ഇതിൽ താഴെ സെറ്റിംഗ്സിൽ വന്നാൽ താഴെ നമുക്ക് കാണാൻ പറ്റും ആക്ടിവിറ്റി ലോഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിൽ ആരൊക്കെ ലോഗിൻ ചെയ്തെന്ന് പിന്നെ
ആരൊക്കെ ലോഗിൻ ചെയ്തു, ആരൊക്കെ ലോഗ് ഔട്ട് ചെയ്തു എന്നൊക്കെ കാണുന്ന ഒരു ലോഗ് കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ മലയാളം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മുടെ മലയാളം വന്നിട്ടുണ്ട്. ഇതൊക്കെ ട്രാൻസ്ലേഷൻ ആണ്, ആ കാര്യം പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഗൈഡിന്റെ ഫയൽ എന്താ പറഞ്ഞ? ഗൈഡ് ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഗൈഡ് മീൻസ് നിങ്ങൾ ഉദ്ദേശിച്ച ഈ ഫയലാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റപ്പ് ഗൈഡ് ഇംഗ്ലീഷ്. ഓ യെസ് യു ആർ റൈറ്റ്. അപ്പോൾ അത് രണ്ട് ഫിക്സ് ചെയ്യാനുണ്ട് അല്ലേ? സോറി. ഓക്കെ, അപ്പോൾ രണ്ട് ഫിക്സ് ചെയ്യാം. എനിത്തിങ് എൽസ്? എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? ഇല്ലല്ല.